അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ പ്രതിവാര ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറത്തുൽ മുംതഹനയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. പ്രസ്തുത അധ്യായത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ 12-ഉം 13-ഉം ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف. ഒന്നാമത്തെ ആയത്തിലെ ആദ്യ ഭാഗമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ വൈവാഹിക ബന്ധത്തിലെ ചില സുപ്രധാന നിയമങ്ങളെക്കുറിച്ചും ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ അഥവാ അവിശ്വാസികളായ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ തുടർന്ന് ആ വിഷയത്തിലുണ്ടാകുന്ന ചില ഹുക്കുമുകളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഈ 2 ആയത്തുകളിലും ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള 12, 13 വചനങ്ങളിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2 വചനങ്ങളാണ്. യാ അയ്യുഹൻ നബി, ഹേ പ്രവാചകരെ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു, സത്യവിശ്വാസിനികൾ അങ്ങയുടെ അടുക്കൽ വന്നാൽ, യുബായിഅനക, ഉടമ്പടി അല്ലെങ്കിൽ കരാർ ചെയ്യുന്നതിനായി, ബൈഅത്ത് ചെയ്യുന്നതിനായി അങ്ങയുടെ അടുത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നാൽ, അലാ അല്ലാ യുശ്രിക്കിന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നും, വലാ യസ്രിഖ്ന, മോഷ്ടിക്കുകയില്ല എന്നും, വലാ യസ്നീന, വ്യഭിചരിക്കുകയില്ല എന്നും, വലാ യഖ്തുൽന ഔലാദഹുന്ന, അവരുടെ മക്കളെ കൊലപ്പെടുത്തുകയില്ല എന്നും, വലാ യഅതീന ബിബുഹ്താനിൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന, തങ്ങൾക്കുണ്ടായ
സന്തതികളെ മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് വരികയില്ല എന്നും വലാ യഅസീനക ഫീ മഅറൂഫ്, നന്മയായ കാര്യങ്ങളിൽ സന്മാർഗദർശനങ്ങളിൽ അങ്ങക്ക് എതിര് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയില്ല എന്നും ബൈഅത്ത് ചെയ്യണം. അങ്ങനെ അവർ കരാർ ചെയ്താൽ ആ ബൈഅത്ത് സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. അപ്പൊ ഈ അഭിസംബോധന ചെയ്യുന്നത് പ്രവാചകനെയാണ്, യാ അയ്യുഹൻ നബിയു. അപ്പൊ ഇതിന്റെ ഒരു സന്ദർഭം എന്ന് പറയുമ്പോൾ മക്ക വിജയത്തെ തുടർന്ന് പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നത് പോലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. മക്ക വിജയിച്ചതോടുകൂടി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. പലരും പ്രവാചകന്റെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്യുക അഥവാ ഉടമ്പടി ചെയ്യുക, ആ ഉടമ്പടി അല്ലെങ്കിൽ ബൈഅത്ത് അവർ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അങ്ങയുടെ അടുക്കൽ വരുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെയാണ് ബൈഅത്ത് സ്വീകരിക്കേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായും പ്രധാനമായും ഉൾപ്പെടേണ്ടത് എന്നീ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെര്യപ്പെടുത്തുകയാണ് ഈ വചനത്തിൽ അള്ളാഹു ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സത്യവിശ്വാസിനികൾ വന്ന് തങ്ങൾ മുസ്ലിങ്ങളാകുന്നു, തങ്ങൾ ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ യാ അയ്യുഹൻ നബിയു ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു, സത്യവിശ്വാസിനികൾ അങ്ങയുടെ അടുക്കൽ വന്നാൽ, യുബായിഅനക, അങ്ങയോട് ഉടമ്പടി കരാർ ചെയ്യാൻ ബൈഅത്ത് ചെയ്യാൻ വന്നാൽ, ആ ബൈഅത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രഥമമായും ഉണ്ടായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്. എന്തൊക്കെ വിഷയങ്ങളിലാണ് അവരിൽ നിന്ന് കരാറ് വാങ്ങേണ്ടത്, ഉടമ്പടി വാങ്ങേണ്ടത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അലാ അല്ലാ യുശ്രിക്കിന ബില്ലാഹി ശൈഅ, അവർ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞങ്ങൾ വിശ്വാസിനികളാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങയുടെ അടുക്കൽ വന്നാൽ അവരിൽ നിന്ന് ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട ഒന്നാമത്തെ കരാർ എന്താ? അവർ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല എന്ന പ്രഥമമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു പറയുകയാണ്. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിലും ആ കാര്യം ഒന്നാമതായി പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിലേക്ക് വന്നത് തൗഹീദ് സ്ഥാപിക്കുവാനും ശിർക്കിനെ നിർമാർജനം ചെയ്യുവാനുമാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരു പ്രവാചകനുമില്ല. അള്ളാഹു പറയുന്നത്, നബിയെ, താങ്കൾക്ക് മുമ്പ് വന്ന ഒരു പ്രവാചകനും നാം വഹീ നൽകിയിട്ടല്ലാതെ ഈ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടില്ല. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവിടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും. അതോടൊപ്പം പ്രവാചകനോടും അള്ളാഹു പറഞ്ഞു, ഇന്ന ശറക്തലയഹ്ബത്തന്ന അമലുക. അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് വഹീ നൽകപ്പെടാതെ ഒരു പ്രവാചകനും ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെങ്കിൽ പോലും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത്രയും കൊടിയ പാപമാണ്
അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും നിനക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് എന്നിരിക്കെ അൻത ജഅല ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ മറുപടി അതാണ്: നീ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക. അവനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അവന് സമന്മാരെ ഉണ്ടാക്കുക. അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു അള്ളാഹു ഉണ്ടാക്കുക എന്നല്ല, അല്ലെങ്കിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നല്ല. അള്ളാഹുവിനുള്ള ആരാധനകളിൽ അവനുള്ള ഉലൂഹിയത്തിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ആരാധനകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന് പറയുന്നത്. ആരാധകരുടെ ഇനങ്ങളായ പ്രാർത്ഥന, അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, അതുപോലെ ഭയം, തവക്കുൽ, നേർച്ച, ബലി തുടങ്ങിയ ആരാധനയുടെ ഏതൊരു ഇനവും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരാള് നേർച്ച മറ്റൊരാളുടെ പേരിൽ നടത്താൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരാൾ ബലി മറ്റൊരു ഷെയ്ഖിന്റെയോ വ്യക്തിയുടെയോ പേരിൽ നിർവഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കരാറ് അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നതായിരിക്കണം. മാത്രമല്ല പിന്നീട് ചില കാര്യങ്ങൾ കൂടെ പറയുന്നു. വലാ യസ്രിഖ്ന, അവർ മോഷണം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ മോഷണം നടത്തുകയില്ല എന്ന് അവരിൽ നിന്ന് കരാറ് വാങ്ങണം. വലാ യസ്നീന, വ്യഭിചരിക്കുകയില്ല എന്നും കരാറ് വാങ്ങണം. വലാ യഖ്തുൽന ഔലാദഹുന്ന, അവരുടെ മക്കളെ കൊലപ്പെടുത്തുകയില്ല എന്നും അവരിൽ നിന്ന് കരാറ് വാങ്ങണം. കാരണം നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ അറബികളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അതവർക്ക് വലിയ അപമാനമായിരുന്നു. പെണ്ണിന് വിലയില്ലാത്തൊരു കാലം, സ്വാതന്ത്ര്യമില്ലാത്ത കാലം, അവകാശങ്ങളില്ലാത്ത കാലം. ആ ഒരു കാലത്താണ്, ജനിക്കാൻ പോലും അവകാശമില്ലാത്തൊരു കാലത്താണ് ഇസ്ലാം കടന്നു വരുന്നത്. പുരുഷനെ പോലെ തന്നെ, ആൺകുഞ്ഞിനെ പോലെ തന്നെ പെൺകുഞ്ഞിനും ജനിക്കാനും വളരാനും ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും അവകാശങ്ങളുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ അവരുണ്ടായിരുന്ന ഒരു ദുരാചാരമാണ് പെൺകുഞ്ഞ് ജനിച്ചാൽ, ആ പെൺകുട്ടി ജനിച്ചാൽ അത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ ജീവനോടെ കുഴിച്ചു മൂടുക എന്നുള്ളത്. കാരണം പെൺകുട്ടികളെ ഒന്നിനും കൊള്ളുകയില്ല. അതുകൊണ്ട് തന്നെ അവര് ജനിക്കുന്നത് തനിക്ക് അപമാനമായി കണ്ടിരുന്ന ഒരു കാലം. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ഒരു കാലത്താണ് സ്ത്രീക്ക് ജനിക്കാനും പെൺകുഞ്ഞിന് ജനിക്കാനും അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാം ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവരിൽ നിന്ന് എന്തു വാങ്ങണം? തങ്ങൾക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആരെയും ഞങ്ങൾ കൊലപ്പെടുത്തുകയില്ല എന്ന് അവരിൽ നിന്ന് കരാർ വാങ്ങണം. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, അവരിൽ ഒരാൾക്ക് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, അവരിൽ ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കറുത്തിരുണ്ടു പോകും. യതവാറാ മിനൽ ഖൗമി മിൻ സൂ മാ ബുശ്ശിറ ബിഹി, അയാൾക്ക് നൽകപ്പെട്ട സന്തോഷ വാർത്ത, ആ സന്തോഷ വാർത്തയുടെ അപമാന ഭാരത്താൽ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയുംസികുഹു അലാ ഹൂൻ, അപമാന ഭാരത്താൽ അതിനെ വെച്ചുകൊണ്ടിരിക്കണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിക്കുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. അതിനെ ജീവിക്കാൻ അനുവദിക്കണോ അല്ല കുഴിച്ചു മൂടണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് ആ സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്ത് പെൺകുഞ്ഞിനും ജനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവരെ പഠിപ്പിച്ചു. ഇനി അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് തീർച്ചയായിട്ടും അവരുടെ കരാറിൽ, ഉടമ്പടിയിൽ, ബൈഅത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്? മോഷണം നടത്തുകയില്ല, വ്യഭിചരിക്കുകയില്ല, അതുപോലെ തന്നെ അവരുടെ മക്കളെ കൊലപ്പെടുത്തുകയില്ല.
അതേപോലെ തന്നെ വലാ യഅ്തീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദിഹിന്ന വഅർജുലിഹിന്ന. എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? അവർ കുറ്റം കെട്ടിച്ചമച്ചു വരികയില്ല എന്ന്. എന്തു കുറ്റം? അവരുടെ കൈകാലുകൾക്കിടയിൽ ജനിച്ച വളർന്ന അല്ലെങ്കിൽ അവർക്കുണ്ടായ കുഞ്ഞിനെ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് വെക്കുന്നവരായി തങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എന്ന ഒരു കരാർ കൂടെ അവരിൽ നിന്ന് വാങ്ങണം. ഒരുപക്ഷെ ഇത് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. ആ കാര്യം ഒന്നുകൂടെ ഇങ്ങനെ വിശദീകരിക്കാം. അന്യ പുരുഷബന്ധത്തിൽ ജനിച്ച ആ കാലഘട്ടത്തിൽ വ്യാപകമായിരുന്ന വിചാരം, അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാരിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ജാരസന്താനത്തെ സ്വന്തം ഭർത്താക്കളുടെ സന്താനങ്ങളായും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ അവിഹിത കൂട്ടുകെട്ടിൽ ജനിച്ച കുട്ടികളെ സ്ത്രീ ഇഷ്ടപ്പെടുന്ന ഒരാളുടേതായും നിശ്ചയിക്കുന്ന ഒരു പതിവ് ജാഹിലിയ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജാരസന്താനങ്ങളെ സ്വന്തം ഭർത്താവിന്റെ പേരിൽ കെട്ടിവെക്കുക. അതേപോലെ തന്നെ അന്യപുരുഷന്മാരെ ഇഷ്ടപ്പെട്ട് അവരിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു പുരുഷന്മാരിലേക്ക് കെട്ടിവെക്കുന്ന. കാരണം ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധപ്പെടുകയും എന്നിട്ട് ആരിൽ നിന്നാണോ സന്താനമുണ്ടായത് അയാളല്ലാത്ത അവൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പുരുഷനിലേക്ക് ആ കുഞ്ഞിന്റെ പിതൃത്വം കെട്ടിച്ചമക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ തങ്ങൾ ചെയ്യുകയില്ല എന്നവർ ആ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തണം. ഇവിടെ അവരുടെ കൈകാലുകൾക്കിടയിൽ ഉണ്ടായ കുഞ്ഞിനെ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുക എന്ന് പറയുന്നതിന്റെ ആ വാക്കിന്റെ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു കുഞ്ഞ്, ഒരു സന്താനം ജനിച്ചു വളരുന്നത് സ്ത്രീകളുടെ കൈകാലുകൾക്കിടയിലാണല്ലോ. കാരണം അത് വളരുന്നതും അത് ജനിക്കുന്നതും ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നതുമൊക്കെ ആ സ്ത്രീയുടെ മാതാവിന്റെ കാലുകൾക്കിടയിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബൈന ഐദിയഹിന്ന വാർജുലിഹിന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ആരുടെ കുഞ്ഞാണ് എന്ന് മറ്റാരെക്കാളും അവർക്കറിയാം. അങ്ങനെ അറിയുന്ന ആ യാഥാർത്ഥ്യത്തെ, ആ പച്ചപ്പരമാർത്ഥത്തെ മറ്റുള്ളവരുടെയോ സ്വന്തം ഭർത്താവിന്റെയോ പേരിൽ കെട്ടിവെക്കുന്നത് വലിയ കുറ്റമാണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. തങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എന്നും ഈ ബൈഅത്തിൽ അവർ, ആ കരാറിൽ അവർ ഉൾപ്പെടുത്തണം. അതും അവരോട് കരാർ വാങ്ങണം. മാത്രമല്ല നബിയെ, അങ്ങേ അവരോട് കരാർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരങ്ങയൊക്കെ ബൈഅത്ത് ചെയ്യുമ്പോൾ വേറെ പൊതുവായൊരു കാര്യം കൂടെ ആ കരാറിൽ ഉൾപ്പെടേണ്ടതുണ്ട്, ആ ബൈഅത്തിൽ ഉൾപ്പെടണം. അതെന്താ? മാറൂഫ്, നന്മയായി അങ്ങ് കൽപ്പിക്കുന്ന ഒരു കാര്യത്തിനും അവരെതിര് നിൽക്കുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. ആ കൽപ്പനകളെ തങ്ങൾ അംഗീകരിക്കുമെന്നും അള്ളാഹുവിന്റെ വിലക്കുകൾ പ്രവാചകൻ ഞങ്ങളോട് പറയുമ്പോൾ ആ വിലക്കുകൾ ഞങ്ങൾ മാറി നിൽക്കും, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ അനുസരിക്കുമെന്നുള്ള ഒരു കരാറ് കൂടെ അതിലുണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പോ സത്യവിശ്വാസിനികൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അതിൽ ജീവിക്കാൻ അങ്ങയോട് ബൈഅത്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വരുമ്പോ അവരിൽ നിന്ന് ആ ബൈഅത്തിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിലൊക്കെയാണ് അവർ ബൈഅത്ത് ഉടമ്പടി ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണിവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങയുമായി അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഉടമ്പടി ചെയ്യുമ്പോൾ, ബൈഅത്ത് ചെയ്യുമ്പോൾ ഫബായിഉഹുന്ന, ആ ബൈഅത്ത് അങ്ങ് സ്വീകരിക്കണം, അങ്ങ് അവരോട് ബൈഅത്ത് ചെയ്യണം. വസ്തഗ്ഫിർ ലഹുന്ന
അള്ളാഹുവിനോട് അങ്ങ് അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും വേണം. വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. അതുകൊണ്ട് അവർ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പല തെറ്റുകളും ഒരുപക്ഷെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും ജാഹിലിയ്യ കാലത്ത്. അതൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. മുസ്ലിമാകുന്നതോടുകൂടി ആ കാര്യങ്ങളൊന്നും ഇനി ചെയ്യുകയില്ല എന്ന് അങ്ങേക്ക് അവരെ ഉടമ്പടി കരാർ ചെയ്യണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരുടെ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇവിടെ അവസാനമായി പറയുന്നുണ്ടല്ലോ, ഫബായഹുന്ന, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ കരാർ ചെയ്യുമ്പോൾ ആ കരാറിൽ അങ്ങ് ആ ബയ്യത്ത് അങ്ങ് സ്വീകരിക്കണം, അവർക്ക് ബയ്യത്ത് നൽകണം. വസ്തഗ്ഫിർ ലഹുന്ന, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പാപമോചനം തേടണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മേൽ പ്രസ്താവിച്ച നിബന്ധനകളോടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ അഥവാ ബയ്യത്ത് ചെയ്താൽ ആ ബയ്യത്ത് നബി തിരുമേനി സ്വീകരിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണമെന്നും പറഞ്ഞല്ലോ. ഈ പറയപ്പെട്ട കാര്യം, ഈ ബയ്യത്തും ഈ പറയപ്പെട്ട കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രമുള്ള കാര്യങ്ങളാണ്. കാരണം അപ്പോഴാണ് നബിന്റെ അടുക്കൽ അവർ ചെന്നുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ബയ്യത്ത് ചെയ്യാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തും. എന്നാൽ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തു ചെയ്യാറുണ്ട്? ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ കാലത്തും ഒരാൾ തെറ്റ് ചെയ്താൽ, അവരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ ചോദിക്കാം എന്ന് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് നബി തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നത്, അള്ളാഹു പ്രവാചകനോട് പറയാണ്, വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ, അങ്ങ് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പാപമോചനം ചോദിക്കണം, തേടണം. നബി തിരുമേനി പാപം പൊറുക്കുന്ന ആളാണെങ്കിൽ നബി തിരുമേനിയാണ് അവർക്ക് പുറത്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? പാപം പൊറുക്കുന്നവൻ അള്ളാഹുവാണല്ലോ. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങളെ പൊറുക്കാനുള്ളത്? ആരുമില്ല. അതുകൊണ്ട് നബിയോടല്ലാതെ ചോദിക്കേണ്ടത്. നബി തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് ആ നബിയോട് അള്ളാഹു പറയാണ്, അങ്ങ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. അത് നമുക്ക് ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡിതനോട് ചെന്ന് നമുക്ക് പറയാം, എന്ത് നമുക്ക് തോന്നുക, അയാൾ അള്ളാഹുവിനോട് ഏറ്റവും ഇബാദത്തെടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അയാളോട് പറയാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അത് അനുവദനീയമാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അതിന് പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നോ അല്ലെങ്കിൽ പ്രവാചകനോടോ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ശിർക്കാണ്. അത് ഒരു മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല. അത് ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരാൾക്ക് അതോടൊപ്പം തന്നെ ബയ്യത്തുമായി ബന്ധപ്പെട്ട്, ബയ്യത്ത് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ബയ്യത്ത് എന്താ അറിയോ? നബിയുടെ അടുക്കൽ ചെന്ന്, ഖലീഫയാണെങ്കിൽ ആ ഖലീഫയുടെ അടുക്കൽ ചെന്ന് അയാളുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ബയ്യത്ത് ചെയ്യലാണ്. എന്താണോ ആ ബയ്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറയുന്ന വിഷയത്തിൽ പുരുഷന്മാർ അവരാ നബിയുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്യാറാണ് സാധാരണയായി പതിവ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൈ കൊടുക്കുകയുണ്ടായില്ല എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പുരുഷന്മാരാണെങ്കിൽ അവരുടെ കൈ നബി തിരുമേനിയുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ബയ്യത്ത് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ബയ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള അങ്ങനെയാണ് നടക്കാറുമുള്ളത്. അതിന്റെ രൂപവും അങ്ങനെ തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുമായി ബയ്യത്ത് നടത്തിയപ്പോൾ അവരോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഖദ് ബായഅതുകി അലാ ദാലിക, നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിനക്ക് ഉടമ്പടി, നിന്നോട് ഞാൻ പ്രതിജ്ഞ നടത്തിയിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ ആ സ്ത്രീകൾക്ക് പ്രവാചകൻ കൈകൊടുക്കുകയുണ്ടായില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു. അപ്പോൾ ചില സ്ത്രീകൾ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് കൈതരാത്തത് എന്താണ് പ്രവാചകരെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ സ്ത്രീകൾക്ക് കൈ കൊടുക്കുന്നതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പുരുഷന്മാര് കയ്യിൽ കൈവച്ച് ബയ്യത്ത് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളിൽ നിന്ന് വാക്കാല ബയ്യത്ത് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങളുടെ ബയ്യത്ത് ഉടമ്പടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നവരോട് പറയുകയാണ് ചെയ്തത്. ഇത് സാന്ദർഭികമായി ഈ വിഷയത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇതിന്റെ അവസാനത്തിൽ ഒരായത്ത് കൂടെ ഉണ്ട്, ചെറിയ ഒരായത്ത് കൂടെ ഉണ്ട്. ആ ആയത്ത് നമുക്ക് വിശദീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. അപ്പൊ ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ യാ അയ്യുഹൻ നബിയു, ഏ പ്രവാചകരെ എന്നായിരുന്നു അദ്ദേഹത്തോടുള്ള അഭിസംബോധന. ഇനി സത്യവിശ്വാസികളോട് മൊത്തത്തിലായി അള്ളാഹു അഭിസംബോധന ചെയ്യാണ്. അതെന്താ? ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിൻ കോപം സിദ്ധിച്ച അല്ലെങ്കിൽ അള്ളാഹു കോപിച്ച ഒരു ജനതയുമായി നിങ്ങൾ സ്നേഹബന്ധത്തിൽ കഴിയാൻ പാടില്ല. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിനോടും സത്യവിശ്വാസികളോടും ഇസ്ലാമിനോടുമൊക്കെ എതിർത്തു നിൽക്കുന്ന, മുസ്ലിമായതിന്റെ പേരിൽ അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കരുത് എന്ന് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. ആ കാര്യം തന്നെ ഒന്നുകൂടെ പറഞ്ഞ ശേഷം ഈ അധ്യായം അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. കാരണം നോക്കൂ നിങ്ങൾ, ഓരോ അധ്യായത്തിന്റെയും ഓരോ പ്രത്യേകത എന്താണോ തുടങ്ങിയത് ആ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തുന്നതിനും അതിന്റെ ഗൗരവവും മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. ഇനി അവസാനം അള്ളാഹു വീണ്ടും പറയാണ്, ഹേ സത്യവിശ്വാസികളെ, അങ്ങനെയുള്ള ആ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ അത്തരം ആളുകളുമായി നിങ്ങൾ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടാൻ പാടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, എന്താണ് കാരണം? ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ഖദ് യഇസൂ മിനൽ ആഖിറ, അവര് പരലോകത്തെ പറ്റി അവർ നിരാശരാണ്. ഏതുപോലെ അവിശ്വാസികൾ കബറാളികളെ കുറിച്ച്, കബറിൽ കിടക്കുന്നവരെ കുറിച്ച് ആശയറ്റവരെ പോലെ ഇവര് പരലോകത്തെ കുറിച്ചും ആശയറ്റവരാ എന്ന് പറഞ്ഞാല് ഈ സത്യനിഷേധികൾക്ക് ഖബർ ശിക്ഷയെയോ ഖബറിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് വിശ്വാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ പരലോകത്ത് ചെന്നാൽ അവിടെ ഒരു സ്വർഗമോ നരകമോ മറ്റു കാര്യങ്ങളോ അതൊന്നുമില്ല, അങ്ങനെ അവർക്കൊരു വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലൊന്നും ഒരു പ്രതീക്ഷയോ വിശ്വാസമോ ഇല്ലാത്തത് കാരണം അവര് ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കില്ല. അവരെപ്പോഴും നിങ്ങളോട് ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവരായിരിക്കും. അതുകൊണ്ട് അത്തരം ആളുകളുമായി നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവര് അങ്ങനെ ആവാനുള്ള കാരണം എന്താ അറിയോ? അവർ ഈ ശത്രുതയിൽ തന്നെ പോകാനുള്ള കാരണം അവർക്കൊരു മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് വിശ്വാസമോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസമോ അവർക്കില്ല. ഖുർആൻ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞതായിട്ട് ഖുർആൻ പറയാ. അവര് പറഞ്ഞു, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്നത് നമ്മുടെ ഈ ഐഹിക ജീവിതം മാത്രമാകുന്നു. നാം മരിക്കുന്നു, നാം ജനിക്കുന്നു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല. നമ്മൾ ജനിക്കുന്നു,
പിന്നെ നമ്മൾ മരിക്കും, പക്ഷെ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൽ നമുക്കില്ല. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്നതും അവർ വിശ്വസിച്ചിരുന്നതും. അപ്പോ പരലോകത്തിലോ അല്ലെങ്കിൽ ഖബറിലെ ജീവിതവുമായി ബന്ധപ്പെട്ടോ മരണശേഷമുള്ള ആഖിറത്തിലെ വിശ്വാസങ്ങളോ സ്വർഗനരകങ്ങളോ അതിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ജീവിതമുള്ളൂ എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ ഈ ശത്രുത എന്നും നിലനിർത്തും. ഇങ്ങനെ സത്യവിശ്വാസികളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം ആളുകളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കരുത് എന്ന തുടക്കത്തിലെ അതേ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് പുതിയ അധ്യായം അടുത്ത ആഴ്ച നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.